സർക്കാർ യുവതീ പ്രവേശനം തടഞ്ഞു. പഴയ ആചാരങ്ങൾ സംരക്ഷിക്കണം. ഞങ്ങളുടെ ഉദ്ദേശം ഇതാ, പഴയ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ അത് പഴയതുപോലെ ആക്കിക്കൊണ്ടുള്ളൊരു അലിഖിതമായിട്ടാണെങ്കിലും ഒരു നല്ല നടപടിക്രമം ഗവൺമെൻറ് സ്വീകരിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ശക്തമായ നിലപാടെടുത്താണ് ഒന്നാം പിണറായി സർക്കാർ എടുത്തത്. പക്ഷെ അതിൽ ശക്തിയായ പ്രതിഷേധം ഉണ്ടായതിനു ശേഷം പതുക്കെ അതിൽ നിന്ന് പിൻവലിഞ്ഞു. പിന്നീട് വീടുകളിൽ കയറി മാപ്പ് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഞങ്ങളുടെ ഒരേ നിലപാട് സ്വീകരിച്ച് ജനാധിപത്യപരമായ അന്തസ്സാണ് ഞങ്ങളുടെ അല്ലാതെ അന്തസ്സില്ല. ജനാധിപത്യ അന്തസ് ആ അന്തസ് സർട്ടിഫിക്കറ്റാണ് സിപിഎം ഉൾപ്പെടെയുള്ള അതുപോലെ. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള, അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ പൊരുത്തക്കേട്, ഇപ്പോൾ യുവതീ പ്രവേശന വിഷയവും അയ്യപ്പ കോപം പോലെ സർക്കാരിന് മുന്നിൽ വെല്ലുവിളികൾ തുടരുകയാണ്. ശബരിമല യുവതീ പ്രവേശന ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്താണ് വിഷയത്തിലെ സർക്കാർ നിലപാട്? വിശ്വാസികൾക്കൊപ്പമോ നവോത്ഥാന നിലപാട് ഉയർത്തിപ്പിടിക്കുമോ? ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉരുണ്ട് കളിച്ച സംസ്ഥാന സെക്രട്ടറി ഒടുവിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമെന്ന് പറഞ്ഞു നിർത്തുന്നു. യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS ജനറൽ സെക്രട്ടറി പറയുമ്പോൾ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ്. നിലപാട് പറയാൻ വെല്ലുവിളിച്ച് പ്രതിപക്ഷവും വിശ്വാസം സംരക്ഷിക്കാൻ BJPയും രംഗത്തുണ്ട്. യുവതീ പ്രവേശനത്തിൽ നിലപാട് പറയാൻ സർക്കാരിന് മടിയെന്താണ്? നവോത്ഥാനത്തിൽ സർക്കാർ മലക്കം മറിഞ്ഞു. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് പ്രതിനിധി, ശ്രീ മനു പ്രസാദ്, BJP പ്രതിനിധി, രാജേഷ് ചിറപ്പാട്, ഇടത് സഹയാത്രികൻ എന്നിവരാണ് നമ്മളുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സുപ്രീം കോടതി നാളെ യുവതീ പ്രവേശന വിഷയത്തിൽ വീണ്ടും പരിശോധന നടത്തുന്നത്. എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്ന നടപടികൾ? വിശാല ബെഞ്ചിന് വിടാനുള്ള തീരുമാനം, അതിലേക്ക് പോയതിനു ശേഷം എന്തൊക്കെ പ്രതീക്ഷിക്കാം? രണ്ടായിരത്തി 2018 ഒരു ചരിത്രപരമായ വിധിയാണ് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് പ്രഖ്യാപിച്ചത്. അതിൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25(2) പറയുന്ന കാര്യം പ്രാവർത്തികമാക്കിക്കൊണ്ട് ശബരിമലയിൽ അനുവർത്തിച്ചിരുന്ന തൊട്ടുകൂടായ്മ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഋതുമതികളായ സ്ത്രീകളെ അവിടെ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു ആചാരം, അതിന് ഭരണഘടനാ സംരക്ഷണമില്ലെന്നും മതവിശ്വാസം എന്ന് പറയുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾക്ക് മുകളിലുള്ള കടന്നുകയറ്റമാകാൻ പാടില്ലെന്നും ഭരണഘടനയിലെ മൂല്യങ്ങൾ, സ്ത്രീ സമത്വം, അതായത് വ്യക്തികൾ തമ്മിൽ വിവേചനം പാടില്ല എന്നുള്ള തത്വം, ഹിന്ദുക്കൾക്ക് എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഹിന്ദു ആരാധനാലയങ്ങൾ തുറന്നു കൊടുക്കണം എന്ന തത്വം, ഈ ആശയങ്ങളെല്ലാം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഐതിഹാസികമായ ഒരു വിധിയാണ് 2018 5 അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതിനുശേഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരത ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ നമ്മുടെ രാജ്യത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയും അതിൽ കോടതിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ത്രീകളെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പിന്നോട്ട് പോകുന്ന ഒരു ജാഥയും അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഈ പണ്ട് പല ഐതിഹാസികമായ സമരങ്ങളിലൂടെ സമത്വവും ജാതിക്കതീതമായിട്ടൊക്കെയുള്ള സ്ഥിതി സമത്വമൊക്കെ നേടാൻ വേണ്ടി മുന്നോട്ട് നിന്നിരുന്ന സംഘടനകൾ തന്നെ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് യാഥാസ്ഥിതികമായൊരു നിലപാടിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നതും അത് സുപ്രീം കോടതിക്ക് പോലും എതിരായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയിലെ ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം എന്നൊക്കെയുള്ള പേരിൽ വരികയും അതിനുശേഷം സുപ്രീം കോടതി ശരി ഇതിൻ്റെ ഭരണഘടനാ സാധുത ഞങ്ങൾ പരിശോധിക്കാം, അത് ഒരു ലാർജർ ബെഞ്ചിന് വിടാം, കാരണം
മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 25 പറയുന്നു. ആർട്ടിക്കിൾ 26 ഒരു ഗ്രൂപ്പ് റൈറ്റ് ഉണ്ട്. അതായത് പല മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഉൾപ്പെടെയുള്ളത്. പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമാകാൻ പാടില്ല. അപ്പോൾ ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം, ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വം, ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ആചാരങ്ങളുണ്ടെങ്കിൽ അതിന് ഭരണഘടന സാധുതയുണ്ടോ? പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25(1) പറയുന്നു. അതിൻ്റെ വ്യാഖ്യാനം എവിടെ വരെ പോകണം? ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണോ? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണെങ്കിൽ അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രയാണ്? പിന്നെ എല്ലാ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ് എന്ന് ആർട്ടിക്കിൾ 25(2)(b) പറയുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഇത് തുറന്നു കൊടുക്കണമെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഋതുമതികളായ സ്ത്രീകൾ ഉൾപ്പെടുമോ? എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണ്? എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അത് പല വിധികൾ വന്നിട്ടുണ്ട്. അപ്പം മതകാര്യങ്ങളിൽ കോടതി അഭിപ്രായം പറയുന്നതിനെതിരായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് കോടതിയിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം അതിനെങ്ങനെയാണ് കോടതി സമീപിക്കേണ്ടത്? ഇത്തരം ചോദ്യങ്ങളെല്ലാം കൂടെ രൂപീകരിച്ചിട്ട് 9 ജഡ്ജ് ബെഞ്ച് ഇത് സ്വീകരിക്കാൻ. കാരണം നേരത്തെ ഉണ്ടായിരുന്ന വിധികളൊക്കെ 7 ജഡ്ജ് ബെഞ്ച് വരെ ഉള്ളത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നാണ് സുപ്രീം കോടതി ഫോളോ ചെയ്തിരുന്ന ഒരു പ്രിൻസിപ്പിൾ. അതായത് കോടതിയിലൊരു അവകാശം ചോദ്യം ചെയ്തുകൊണ്ട് ആരെങ്കിലും വരികയാണെന്ന് മതസ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ്. സാധാരണഗതിയിൽ സ്റ്റേറ്റ് എന്തെങ്കിലും നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് കോടതി വന്നു കഴിഞ്ഞാൽ ഇതുവരെ കോടതി ചെയ്തുകൊണ്ടിരുന്നത് ഈ മതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണോ ഈ ഒരു ആചാരമെന്ന് നോക്കുമായിരുന്നു. ഇത് ശബരിമല കേസിലും ഇത് പരിശോധിച്ചിരുന്നു. അതായത് സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ളത് ഹിന്ദു മതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്തല്ല എന്നുള്ളൊരു ഉത്തരം വന്നു. ഇനി എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് മതത്തിന് എന്തു തന്നെ ആയിരുന്നാലും മതത്തിൻ്റെ അനിവാര്യ ഘടകമാണെങ്കിൽ കൂടി അത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആചാരമാണെങ്കിലും നേരത്തെ തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്നു, അൺടച്ചബിലിറ്റി, അതുപോലുള്ള ആചാരങ്ങൾക്ക് ഭരണഘടനാ സാധുതയില്ല. ഭരണഘടന മുഖാന്തരം നിരോധിച്ചിരിക്കുന്ന ആചാരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നു. അതിൽ ഒരു ഭാഗത്ത് ഭരണഘടനാ മൂല്യങ്ങളും മറുഭാഗത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വരുമ്പോൾ ഏത് സ്റ്റാൻഡാണ് എടുക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി ഒരു പാർട്ടിക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രോഗ്രസീവായിട്ടുള്ള സെക്കുലർ ഐഡിയൽസ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് വാദിക്കുന്നവർക്ക് അത് ക്ലിയർ ആയിട്ടൊരു സ്റ്റാൻഡ് വേണം. സ്ത്രീ സമത്വം ഒരു ഭാഗത്ത്, പാട്രിയാർക്കി വേറൊരു ഭാഗത്ത് വരുമ്പോൾ വ്യക്തികളുടെ അവകാശങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മതങ്ങൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ, സമത്വം ഒരു ഭാഗത്ത്, ലിംഗവിവേചനം വേറൊരു ഭാഗത്ത് വരുമ്പോൾ അതിനകത്ത് സംശയം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അഴകുഴമ്പൻ നയം സ്വീകരിക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ല. സുപ്രീം കോടതിയുടെ മുന്നിൽ കോടതി എന്താ ചെയ്തതെന്നാൽ ഞങ്ങൾ അതനുസരിച്ചോളാം എന്ന് പറയുന്നതിലുപരിയായിട്ട് സമത്വത്തിന് വേണ്ടി ഞങ്ങൾ ഇതിനു വേണ്ടി നിലകൊള്ളുന്നു എന്നൊരു ക്ലിയർ സ്റ്റാൻഡ് എടുക്കാൻ പാർട്ടികൾക്ക് കഴിയണം. കാരണം ഇന്ത്യ ഇപ്പോഴും സെക്കുലർ ആണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു മതങ്ങൾക്കും ഇപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഒന്നുകിൽ ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചവർക്ക് അത് ശക്തമായി പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്താണ് ഇതിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ വിജ്ഞാപനമാകുന്നതിന് മുൻപൊക്കെ തന്നെ ഈ ഈ വിശാല ബെഞ്ച് രൂപീകരിച്ച് വാദത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടുന്ന അത്യാവശ്യ സാഹചര്യം അതിനു മുൻപ് സംജാതമാകുമോ സർക്കാരിനെ സംബന്ധിച്ച്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കോടതി ഇലക്ടറൽ പൊളിറ്റിക്സ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കോടതി നടപടികൾ അതിൻ്റേതായിട്ടുള്ള രീതിക്കാണ് നടക്കുന്നത്. നേരത്തെ തീരുമാനിച്ച വിഷയമാണ്. അതിൽ സ്റ്റേ ഒന്നുമില്ല. റിവ്യൂ പെറ്റീഷൻ ഉണ്ടെങ്കിലും സ്റ്റേ ഒന്നുമില്ല. കോടതി വിധി വളരെ വ്യക്തമാണ്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധിയാണ്. അതിനകത്ത് സ്റ്റേ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നേരത്തെ നിലപാടെടുത്തിരുന്നവരൊക്കെ ഇപ്പോൾ സംശയത്തിലാണ്. അവർ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ആരാണ് യഥാർത്ഥ ഭക്തനെന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആർക്കും ഭരണഘടനയുടെ പക്ഷത്ത് നിൽക്കേണ്ട, പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ജനങ്ങളെ മണ്ടന്മാരാക്കാമെന്നും ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ തരാതരം സമയത്ത് അനുസരിച്ച് ഇലക്ഷൻ നയം മാറ്റുമെന്നും ഒക്കെ ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയ നവോത്ഥാന മൂല്യങ്ങളൊക്കെ പൊള്ളയാണെന്നുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഒരു സ്റ്റാൻഡ് എടുക്കുന്നവർ അതിൽ ഉറച്ചു നിൽക്കുക. ആ കാര്യങ്ങളിൽ ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഭരണത്തിലിരിക്കുന്നവർക്കാണ് ഏറ്റവും അധികം അതിനുള്ളത് ബാധ്യത. രണ്ടാമത് ഭരണഘടനാ ബാധ്യത എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഉണ്ട്, ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ അതുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള വാദങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. കാരണം ഏത് മതത്തിലായാലും ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, ഇപ്പോൾ ഈ കേസിൻ്റെ കൂടെ വേറെ ചില ആചാരങ്ങൾ, ദാവൂദി ബോറ കമ്മ്യൂണിറ്റിയിൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതൊരു മനുഷ്യാവകാശ ധ്വംസനമാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ
അഗ്രചർമ്മം മുറിക്കുന്നത്, സ്ത്രീകളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ, ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനമായിട്ടുള്ള ആചാരങ്ങളാണ്. ഇതൊക്കെ പോകണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ കേസിൻ്റെ കൂടെ പരിഗണിക്കുന്നുണ്ട്. പല കേസുകൾ അതുപോലെ വിവാഹിതയായ ഒരു സ്ത്രീക്ക് സ്വന്തം പിതാവ് മരിക്കുമ്പോൾ വീട്ടിലേക്ക് പ്രവേശനമില്ലാതെ, അതായത് മതത്തിൽ നിന്ന് പുറത്താക്കിയാണ്. പൗരാവകാശങ്ങൾ തീർന്നോ? നിങ്ങൾ മതത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി സ്ത്രീക്കില്ലാത്ത അവകാശങ്ങളെല്ലാം തീർന്നു പോവുകയാണോ? അതോ വെറും ആ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ പൗരന് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അവിടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യവും അവകാശവും ഉയർത്തിപ്പിടിക്കാൻ എല്ലാവർക്കും, വ്യക്തികൾക്ക്, നമുക്കെല്ലാം ബാധ്യതയുണ്ട്, പാർട്ടികൾക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. എല്ലാ പാർട്ടികളും അതിനകത്തൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട്. കോടതിയിൽ അത് പറയേണ്ടി വരും. അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അവർ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ പൊള്ളയാണെന്ന് തെളിയിക്കപ്പെടും. തീർച്ചയായും എന്തായാലും അതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയമായി വലിയ പ്രസക്തിയുള്ള വിഷയമായി മാറുകയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കൾ പറഞ്ഞ പ്രതികരണങ്ങൾ, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പ്രതികരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. മറ്റ് നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും അതിൽ വ്യക്തത വരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ CPM പ്രതിനിധിയെ തേടിയപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തങ്ങൾ പ്രതിനിധികളെ അയക്കുന്നില്ല എന്നതാണ് അവർ വ്യക്തമാക്കിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇടത് സഹയാത്രികനാണ് നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ അതിഥികളിലേക്ക് കടക്കുകയാണ്. താങ്കൾ തുടരുക. രാജേഷ് ചിറപ്പാട്, നോക്കൂ, ഇവിടെ ഇപ്പോൾ സർക്കാർ എന്താണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് എന്നത് കോടതിക്ക് മുന്നിലുണ്ട്, നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആ വിഷയം നാളെ കോടതിയിൽ വീണ്ടും വരികയാണ്. ആ വിധി റദ്ദ് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ആ വിധി ഇപ്പോഴും ഉള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം വീടുകൾ കയറി ഇറങ്ങി ചില തിരുത്തലുകൾ നിലപാടിൽ സർക്കാർ വരുത്തി എന്നതും നമുക്കറിയാവുന്നതാണ്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ ഇങ്ങനെ കോടതിയിൽ കേസ് പരിഗണിക്കുകയാണ്, എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തമായ നിലപാട് പറയാൻ പറ്റാതെ പോകുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. നാളെയാണ് കോടതിയുടെ തീരുമാനത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കോടതി ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയുള്ളൊരു ഹർജി സ്വീകരിക്കുകയും ഒരു ബെഞ്ച് അത് നാളെ അത് പരിഗണനയിലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കോടതിയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളൊരു നിലപാട് പറയേണ്ടത്. അപ്പം യഥാർത്ഥത്തിൽ സർക്കാർ ഇതിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ളത് സർക്കാരിൻ്റെ കാര്യമാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് നിരീക്ഷണം, ഒരു ഇടതുപക്ഷ നിരീക്ഷകനോ സഹയാത്രികനോ എന്നുള്ള നിലയിൽ ഇനി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഏതെങ്കിലും പാർട്ടിയുടെ നിലപാടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സർക്കാരിന് നിലപാടില്ലാതെ നിലപാടുണ്ടല്ലോ, പോകുന്നത് എന്തുകൊണ്ടാകും സാഹചര്യമുണ്ടല്ലോ. സർക്കാരിന് നിലപാടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണല്ലോ. സർക്കാരിന് ഒരു നിലപാടുണ്ടായിരുന്നല്ലോ. ഇനി കോടതി വിധി വരട്ടെ, കോടതിയുടെ അഭിപ്രായങ്ങൾ വരട്ടെ, കോടതിയുടെ വിധി വരട്ടെ. ഒരു പുനരാലോചനാ ഹർജിയാണല്ലോ, പുനർവിചിന്തന ഹർജിയാണ് കൊടുത്തിരിക്കുന്നത്. അത് യുവതീ പ്രവേശനം എന്നുള്ളത് സുപ്രീം കോടതി എല്ലാ മനുഷ്യർക്കും എന്താണ് ഒരു ആരാധനാലയത്തിൽ തുല്യത, അതിൽ ജെൻഡർ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗതി ആവശ്യമില്ല. പോകണമെന്ന് കരുതുന്ന, ആരാധിക്കണമെന്ന് കരുതുന്ന മനുഷ്യരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ജെൻഡറിനെ മാറ്റി നിർത്തുന്നു എന്ന ഒരു പരിഗണന വേണ്ട. അത് ഭരണഘടനാപരമായിട്ട് കോടതി ശരിയായി നിരീക്ഷിക്കുന്നു. അപ്പോൾ അവിടെയാണ് പലതരത്തിലുള്ള സാമൂഹ്യ സംഘർഷങ്ങളിലേക്കും പലതരത്തിലുള്ള സാമൂഹ്യ വിഭജനങ്ങളിലേക്കും, ഇതൊക്കെ നമുക്ക് ചരിത്രമാണ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെ സാമൂഹ്യമായ വിഭജനങ്ങളിലേക്കും വർഗീയ ധ്രുവീകരണങ്ങളിലേക്കും അതിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളിലേക്കൊക്കെ തന്നെ നമ്മുടെ സമൂഹം പോയത്. സ്വാഭാവികമായിട്ടും ശബരിമല കേരളത്തിൽ തന്നെയാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണുള്ളത്. അപ്പോൾ കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം, ഒരു സെക്യുലറായിട്ടുള്ള ഒരു ആരാധനാലയം എന്നുള്ള നിലയിൽ അപ്പം ഗവൺമെൻറ്റിന് കൃത്യമായൊരു നിലപാടുണ്ട്. കോടതി വിധി നടപ്പിലാക്കേണ്ട ബാധ്യത പിന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിനുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ നടപ്പിലാക്കേണ്ട ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട്. അതാണ് കേരള ഗവൺമെൻറ് ചെയ്തത്. ഇനിയിപ്പോൾ കോടതിയിൽ വീണ്ടും അതൊരു പുനരാലോചന നടക്കുകയാണ്. ഒരു കോടതി വിധി നടപ്പാക്കുന്നത് പോലെ ആയിരുന്നില്ല ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നിലപാട്. അതൊരു നിലപാട് പ്രഖ്യാപനമായിരുന്നു. തങ്ങളുടെ നിലപാട് പ്രഖ്യാപനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നവോത്ഥാന മതിൽ കെട്ടിയതും ആ രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടതും അത് ഉറക്കെ പറഞ്ഞതും. അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നതിന് ശേഷം സാഹചര്യമല്ല, ഒരു നിലപാട് പ്രഖ്യാപനമായിരുന്നു.
ഒരു സെക്യുലർ സമൂഹത്തിൽ സെക്യുലറായ നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? കേരളത്തെ ഈ ശബരിമലയുടെ വിഷയം പറഞ്ഞുകൊണ്ട് വലതുപക്ഷവും വർഗീയ ശക്തികളും പലതരത്തിലുള്ള മതമേലധ്യക്ഷന്മാരും പലതരത്തിലുള്ള പല കോണുകളിൽ നിന്ന് പല രീതിയിൽ ഈ കേരളത്തിൻ്റെ സാഹോദര്യത്തെ, സെക്യുലർ സ്വഭാവത്തെ, മതനിരപേക്ഷതയെ പരിക്കേൽപ്പിക്കുന്ന ഒരു നിലയുണ്ടായി. അപ്പോഴാണ് അങ്ങനെ ഒരു നിലപാടുമായിട്ട് വരുന്നത്. ആ നിലപാടിൽ നിന്ന് ഇപ്പം കോടതി വിധി വരട്ടെ. കോടതി വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ എം വി ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കൃത്യതയില്ലാത്തതായിരുന്നു തന്നെ പറയാം. ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം സർക്കാർ പറയുമെന്ന് പറയുന്നു. നാളത്തെ സാഹചര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നു. വിധി വരട്ടെ എന്ന് പറയുന്നു. വിധി വന്നപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തതെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് പോകുമ്പോൾ അവസാനം വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമല്ലേ എന്ന്. ഇതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്നൊരു നിഗമനത്തിലെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിൽ പറ്റാൻ ഒരു വിഷമവുമില്ല. മാറ്റത്തിന് മാത്രമേ മാറ്റമില്ല എന്നുള്ളതൊരു മാർക്സിസം എന്നുള്ളൊരു പ്രാപഞ്ചികമായ ഒരു സത്യമാണ്. നിലപാട് മാറ്റും, ശാസ്ത്രീയ സത്യമാണ്. നിലപാട് മാറ്റുമെന്നായിരിക്കുമോ? നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒന്ന് മാത്രം ഇങ്ങനെ സനാതനമായി നിൽക്കില്ല. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രപഞ്ചത്തിലുള്ളത്. മാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് മാത്രമേ മാറ്റം അതറിയാമല്ലോ. സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതാണ് പറഞ്ഞത്. അപ്പോ നിലപാട് യുവതീ പ്രവേശനത്തിലെ നിലപാട് മാറ്റുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഇടത് സഹയാത്രികനായ താങ്കൾ വിശ്വസിക്കുന്നു? അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങളുണ്ട്. അതായത് ജനാധിപത്യമാണ് പ്രധാനം. ജനാധിപത്യപരമായി വിശ്വാസികളുടെ വിശ്വാസവും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നല്ലേ പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കടുംപിടുത്തം നമുക്കില്ലല്ലോ. കോടതി വിധി വരട്ടെ. കോടതി വിധി വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കേരളത്തിൻ്റെ സാമൂഹ്യ സൗഹൃദാന്തരീക്ഷത്തെ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനോ ഏതെങ്കിലും തരത്തിലുള്ള സെക്യുലർ പാർട്ടികൾക്കോ ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പല ആളുകളും പുറത്തിരിപ്പുണ്ട്. പല ആളുകളും പുറത്തിരിപ്പുണ്ട്. വർഗീയതയെ മുതലെടുപ്പിന് വേണ്ടി നടക്കുന്ന ഒരുപാട് ശക്തികൾ പുറത്തിരിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട്. അപ്പം നാളത്തെ കോടതി വിധിയെ ശ്രമിച്ചുകൊണ്ട് അപ്പം അതിനൊരിക്കലും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സാമൂഹ്യ സൗഹൃദത്തെയും പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും ഒരു സെക്യുലർ പാർട്ടിയും സ്വീകരിക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കില്ല. അതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. ശരി. ഇവിടെ ഏതെങ്കിലും വിഷയങ്ങളിൽ CPM കോടതി വിധി അനുസരിച്ച് മാത്രം നിലപാടെടുക്കുന്ന പാർട്ടിയാണോ, അല്ലെങ്കിൽ കോടതി ഒരു വിധി പറഞ്ഞാൽ അതിൽ മാത്രം നിലപാട് ചുരുക്കുന്ന ഒരു പാർട്ടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഈ വിഷയത്തിൽ നേരത്തെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്തം ഉണ്ട്. ഇവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആ ഉത്തരവാദിത്വം നേരത്തെ കാണിച്ചിട്ടില്ല, ഇനിയൊട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല എന്നത് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യില്ല, നിങ്ങളെ ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന തരത്തിലൊരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? രേണുക പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് ഉത്തരവാദിത്വം പ്രയോഗിച്ചിട്ടില്ല, ഇനി പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ക്ലാരിറ്റി ഒന്ന് വിശദീകരിച്ചു. യുവതീ പ്രവേശനത്തിന് എതിരാണല്ലോ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. അത് ഇപ്പോഴും നിങ്ങൾ ഉയർത്തി തന്നെ പറയുന്നുണ്ട്. യുവതീ പ്രവേശനത്തിന് എതിരാണ് നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പുരോഗമനപരമായ ഒരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണത് പറഞ്ഞത്. അത് രേണുകയുടെ അഭിപ്രായമാണ്. രേണുകയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരമ്പലത്തിലെ വിശ്വാസി, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളോടുമുള്ള വിശ്വാസമാണ് അയാൾക്കുള്ളത്. അവിടെ ഒരു ശബരിമലയാണെങ്കിൽ അവിടെയുള്ള ചിട്ടവട്ടങ്ങളോടും അവിടെയുള്ള ആചാരങ്ങളോടും ഉൾപ്പെടെയാണ് ഒരാൾ വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിനെ നമ്മൾ വിശ്വാസിയായിട്ടേ കാണാൻ പറ്റൂ. പൗരന്റെ അവകാശം അല്ല, അവിടെ വിശ്വാസിയുടെ അവകാശം അത് വേറെ തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസ് ആ നിലപാടിലേക്ക് എത്തുന്നത് നാമജപ ഘോഷയാത്ര NSSന്റെ നേതൃത്വത്തിൽ നടന്നതിന് ശേഷമാണ് എന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അല്ല, ഇന്റർപ്രറ്റ് ചെയ്യാൻ ആർക്കും ഇന്റർപ്രറ്റ് ചെയ്യാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. നാമജപ ഘോഷയാത്ര ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മളൊന്ന് വെറുതെ ചിന്തിക്കുക. ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും നിലപാടുണ്ടാവും. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യ രാജ്യത്തുള്ള, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിലുള്ള ഓരോ മതങ്ങളുടെയും ആചാരങ്ങളെ അതിനെ ഹനിക്കുന്ന നിലപാട് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്.
അപ്പൊ അത് ഹിന്ദുമത വിശ്വാസികളല്ല, നമുക്ക് തന്നെ ആലോചിച്ചറിയില്ലേ. ഇപ്പൊ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കകത്ത് ഇപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ആചാരമുണ്ട്, അവിടുത്തെ പാട്ട്, അവിടുത്തെ ഭരണിപ്പാട്ട്, അത് ഒരു കൂട്ടം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അവരെ ചെയ്യുന്നു. ഇപ്പൊ പറശ്ശിനിക്കടവ് അമ്പലം, നമ്മൾ കുറച്ച് മുത്തപ്പൻകാവ് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട അമ്പലമാണ്. നമ്മൾ അമ്പലത്തിൽ പോയാൽ നമുക്ക് കാണാം അവിടെ ഇഷ്ടം പോലെ നായകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കാണാം. അപ്പൊ അവിടെ മുത്തപ്പന്റെ ഇഷ്ടപ്പെട്ട ജീവിയായിട്ടാണ് നായയെ കൺസിഡർ ചെയ്യുന്നത്. അതേ നായ മറ്റൊരമ്പലത്തിൽ പോയാലോ പുണ്യാഹം തെളിക്കണം, ശുദ്ധീകരിക്കണം. അത് ആചാരങ്ങളിലെ വ്യത്യാസമാണ്. നമ്മൾ അതിനെ ഒരു വിശ്വാസിയുടെ വിശ്വാസമായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതല്ലേ എടുക്കേണ്ടത്. ഇനി ഹൈന്ദവ സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ മതങ്ങളിലും വ്യത്യസ്ത ആചാരങ്ങളില്ല. നമ്മൾ വെറുതെ ഒന്ന് പരിശോധിക്കുക. ഇപ്പൊ ക്രൈസ്തവ വിശ്വാസികൾ, ഇപ്പൊ ബൈബിളാണ് അവരുടെ പ്രമാണം. ഹിന്ദു മതത്തിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ഒരു പ്രമാണ ഗ്രന്ഥമോ കൃത്യമായ എഴുതി തയ്യാറാക്കിയ കാര്യങ്ങളോ ഇല്ല. അത് പലപ്പോഴും ആചരിച്ചു വരുന്നതാണ് അവരുടെ ആചാരങ്ങൾ. എന്നാൽ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങളിൽ വ്യത്യാസമില്ലേ. നമ്മൾക്ക് തന്നെ അറിയാവുന്ന ഒരേ അങ്ങാടിയുള്ള റോമൻ കത്തോലിക്ക പള്ളിക്കകത്ത് ഉള്ള അവിടെയുള്ള ഫാദേഴ്സിന്റെയും തൊട്ടപ്പുറത്തുള്ള യാക്കോബിറ്റിലെ ഫാദേഴ്സിന്റെയും ജീവിത ക്രമത്തിൽ വ്യത്യാസമില്ലേ. ഇപ്പൊ RC ഫാദേഴ്സിന് വിവാഹം കഴിക്കാൻ അനുവാദമില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് യാക്കോബിറ്റും ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യം, അത് ആചാരങ്ങളിലെ വ്യത്യാസമായിട്ട് നമുക്ക് കണക്കാക്കിക്കൂടെ? ഇനി ഇസ്ലാം മത വിശ്വാസികളിൽ വളരെ ലളിതമായിട്ട് എടുക്കാം. ഖുർആനാണ് പ്രമാണ ഗ്രന്ഥം, അവരുടെ 5 കൽപ്പനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതിനകത്തുള്ള വ്യത്യാസങ്ങൾ, അതിനകത്ത് ആചാരങ്ങളിൽ വ്യത്യസ്തതകളില്ലേ. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ മുജാഹിദ് പള്ളിയുണ്ട്, ജമാഅത്തിന്റെ പള്ളിയുണ്ട്, സുന്നി പള്ളിയുമുണ്ട്. മുജാഹിദ് പള്ളിക്കകത്ത് സാധാരണഗതിയിൽ നമസ്കാരത്തിന് സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട്, ജുമാ നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട്. ജമാഅത്ത് പള്ളിക്കകത്ത് ജുമാ നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് സുന്നി പള്ളിയിൽ ജുമാ നമസ്കാരത്തിനോ സ്ത്രീകൾ പങ്കെടുക്കാറില്ല. അത് ഒരേ പ്രമാണ ഗ്രന്ഥമുള്ള ഖുർആൻ വിശ്വസിക്കുന്ന 5 കൽപ്പനകളുള്ള ഒരു മതത്തിനകത്തുള്ള വ്യത്യസ്ത ആചാരമാണ്. നമ്മൾ അതിനകത്ത് കയറി ഇടപെടാനുള്ള അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു കോടതിക്കോ അതിനെ നവോത്ഥാനം എന്ന് പറഞ്ഞ് വലിച്ചു ഇഴക്കാനും പറ്റുമോ എന്നുള്ള ലളിതമായ ചോദ്യമാണ് പറയുന്നത്. കോൺഗ്രസ് നിങ്ങൾ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇസ്ലാം മത വിശ്വാസം ഇല്ലാതായിട്ടില്ല, ആ വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ട്. രേണുക, ഞാൻ ലളിതമായി ചോദിക്കട്ടെ, രേണുക എന്ന ആങ്കറിന്റെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ അത് കോൺഗ്രസ് പാർട്ടി ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് News 18 അഭിപ്രായമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. അങ്ങനെ അഭിപ്രായമില്ല. ഇവിടെ നിലപാട് മാറ്റിയത് ആരാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞു പിടിവാശിയൊന്നുമില്ല ഗവൺമെന്റ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ പിടിവാശി കാണിച്ചത് ഗവൺമെന്റ് അല്ലേ? ഇപ്പൊ കേരളത്തിലെ ആചാരങ്ങളിലെ വ്യത്യാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത ഒരു വിധി വന്ന സമയത്ത് അതിനെ പൂർണ്ണമായി അറിയുന്ന കേരള ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് എടുത്തു. ഒരു സ്റ്റാൻഡ് എന്താണ്? എന്ത് വില കൊടുത്തും ആ വിധി നടപ്പിലാക്കും. അതൊരു ഈഗോയിസ്റ്റിക് ഇഷ്യൂ ആയിട്ട് ഗവൺമെന്റ് എടുത്തു. ഒരാളെയെങ്കിലും അതിനകത്ത് കയറ്റിയേ മതിയാകുക എന്നൊരു സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് എടുത്തു. കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾക്കറിയാം. പിന്നീട് മലക്കം പറഞ്ഞത് ആരാണ്? CPM തന്നെയാണ്. CPM പറഞ്ഞാൽ ഞങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല എന്നൊരു നിലപാട് CPM എടുത്തു. നാളെ നമുക്ക് കാണാൻ പോകുന്നതാണ്. പിന്നീട് എപ്പോഴെങ്കിലും എവിടെ ശബരിമല അയ്യപ്പ സംഗമത്തിനകത്തേക്കെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ വിവാദത്തിൽപ്പെട്ട അല്ലെങ്കിൽ ശബരിമലയിലേക്ക് കയറിപ്പോയ കൊണ്ടുപോയ ചില സ്ത്രീകളുണ്ടല്ലോ, ഇപ്പൊ ബിന്ദു അമ്മണിയെ പോലെയുള്ള ചില സ്ത്രീകൾ നമ്മൾ അയ്യപ്പ സംഗമത്തിലേക്കെങ്കിലും അവർ വിളിച്ചതായി കണ്ടോ? മറ്റേതെങ്കിലും ഒരു പ്രമുഖരായ ആളുകളെ അയ്യപ്പ സംഗമത്തിനകത്തേക്കെങ്കിലും വിളിച്ചുകൊണ്ട് ഞങ്ങൾ എടുത്ത നിലപാട് ഞങ്ങൾ അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുകയാണ്, ഞങ്ങൾ ഈ നവോത്ഥാന നിലപാടാണ്, അയ്യപ്പ സംഗമത്തിനകത്ത് 50% സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്നൊരു നിലപാട്. വിവാദമായ അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ആ നിലപാടെടുക്കുന്ന സമയത്ത് നമ്മളേക്ക് ആ സ്ത്രീകളെ ഒന്നും കണ്ടിട്ടില്ല. അതിലെ ചർച്ചകളിൽ 3 ചർച്ചകൾക്കകത്ത് നമ്മൾ സ്ത്രീകളെ കണ്ടിട്ടില്ല. വേദിക്കകത്ത് വീണ ജോർജിനെ കണ്ടു എന്നല്ലാതെ അതിന്റെ ചർച്ചകൾക്കകത്ത് സ്ത്രീകളെ പങ്കെടുപ്പിച്ചില്ല. അങ്ങനെ നവോത്ഥാനപരമായ ഒരു നിലപാടായിരുന്നു CPM എടുക്കുന്നതെങ്കിൽ CPM കുട്ടിഘോഷിച്ച് സെപ്റ്റംബർ മാസം 20-ാം തീയതി പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഗമത്തിനകത്തുള്ള 3 ചർച്ചകളിൽ ഒരു ചർച്ച നയിക്കാൻ കുറച്ച് സ്ത്രീകളെ, വൈദഗ്ധ്യമുള്ള സ്ത്രീകളെ അവിടെ നിയോഗിച്ചുകൂടായിരുന്നോ? 3 ചർച്ചയ്ക്കകത്തുമില്ലല്ലോ. 3 ചർച്ചയും നയിച്ചത് പുരുഷന്മാരല്ലേ? ഇനി ചർച്ചയ്ക്കകത്ത് ഡെലിഗേറ്റ്സ് ആക്കിക്കൊണ്ട് ഇപ്പൊ മൂന്നാറിലോ കുമരകത്തൊക്കെ താമസിപ്പിച്ച് അവിടേക്ക് കൊണ്ടുവന്ന 30 ലക്ഷം രൂപ പ്രോട്ടോകോൾ ഓഫീസറുടെ ചെലവിൽ വന്ന അത് ആ വരവിൽ എവിടെയെങ്കിലും താമസിപ്പിച്ച സ്ത്രീകളെ കൊണ്ടുവന്നു ഇല്ല. മലക്കം പറഞ്ഞിരിക്കുന്നത് അവിടെ ഈ ഗവൺമെന്റ് ആണ്, പിണറായി വിജയനാണ്. അപ്പൊ അവർക്ക് ഒരു ഘട്ടത്തിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളത് പൊതുസമൂഹത്തിനോട് വിശ്വസിക്കുന്നത് പറഞ്ഞാൽ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് രേണുകയോട് വളരെ വ്യക്തമായി പറയുന്നു, ഇന്റർനാഷണൽ കോൺഗ്രസ് ഉത്തരവാദിത്വം കാണിച്ചില്ല എന്നും നാളെ കാണിക്കുന്നില്ല എന്നും വലിയ വായിൽ പറയുന്നത് ശരിയായിരിക്കില്ല. അത് തിരുത്താൻ തയ്യാറാവണം എന്നാണ് പറയുന്നത്. ഞാൻ തിരുത്താൻ തയ്യാറാകുന്നില്ല. ഞാനൊരു സ്ത്രീയാണല്ലോ. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിലപാടുകളുണ്ട്. ആ നിലപാട് കോടതി ഇപ്പോൾ പറഞ്ഞ നിലപാടും
എന്താണ് എന്നത് നമുക്ക് മുന്നിലുണ്ട്. അല്ല, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു നിന്ന് ഞാൻ ആ വായിച്ചു. ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. അത് തിരുത്താനൊന്നും പോകുന്നില്ല. അല്ല, ഈ വിഷയത്തിൽ പക്ഷേ ഞാൻ AICC ആദ്യം എടുത്ത നിലപാട് എന്താണെന്നും കേരളത്തിലെ നേതാക്കൾക്കിടയിലെ ആശയക്കുഴപ്പവും ഒക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉള്ളത് തന്നെയാണ്. വളരെ മുമ്പൊന്നും അല്ലല്ലോ ശ്രീ നിജേഷ് അരവിന്ദ് ഇതൊക്കെ നടന്നത്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നടന്നത് വളരെ വിദൂരത്തിലൊന്നുമല്ല. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതൊരു രാഷ്ട്രീയ അവസരമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ഗുണവും ലഭിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനിയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. താങ്കൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, ശ്രീ മനു പ്രസാദ്, BJPക്ക് ഒരു സുവർണാവസരമായിരുന്നു ശബരിമല. അതുപോലെ ഒരു സുവർണാവസരം വീണ്ടും ഒരുങ്ങി വരുന്നു എന്നതാണോ മനസ്സിലാകുന്നത്? വിശ്വാസം സംരക്ഷിക്കാൻ നിലപാടെടുക്കും എന്നത് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിരിക്കുന്നു. മനുപ്രസാദ് കേൾക്കാമോ? ഹലോ. ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. ഓക്കെ. പുതിയത് എന്തെങ്കിലും പറയുന്ന മാനസികാവസ്ഥയിലാണ് അങ്ങ് ഇത് പറയുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലവും വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രസ്ഥാനം ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. ഞങ്ങളുടെ ആശങ്ക മറ്റൊന്ന് തരത്തിലാണ്. ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സമൂഹത്തിൽ കലാപാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തങ്ങൾക്ക് വോട്ട് ബാങ്ക് ആക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇവർ രണ്ടുപേരും കാലാകാലങ്ങളായി അവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പലതരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ കോടതിക്ക് ചില ഇടപെടലുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ശബരിമലയിൽ നടക്കുന്നത് ഇപ്പോഴും അവിടുത്തെ യുവതികളെ കയറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സംവിധാനത്തോടുള്ള വിയോജിപ്പല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവിടെ ആചാരപരമായ വിശ്വാസപരമായ ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ ശബരിമലയിൽ കയറിയില്ല എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തില്ല. ശബരിമലയിൽ കയറിയില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമാവാനുള്ള സാഹചര്യമോ സാധ്യതയോ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ല. ആരുടെയും മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനാപരമായി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ കയറിയില്ല എന്നുള്ളത് കൊണ്ട് നിലനിൽക്കുന്നില്ല. ശബരിമല ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി അവിടെ അനുവർത്തിച്ചു പോകുന്ന ഒരു കാര്യങ്ങളുണ്ട്. വിശ്വാസ സംരക്ഷണം ഇന്ത്യൻ ഭരണഘടന തന്നെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഈ രാജ്യത്തിലെ വിശ്വാസികളോടൊപ്പം നിലനിൽക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ നിർവഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ വിധിയാണ് വന്നത്. അതിൽ വനിതാ ജഡ്ജി മാത്രമാണ് ഒരു വ്യത്യസ്തമായ വിധി പ്രഖ്യാപനം നടത്തിയത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള സമര പരമ്പരകൾക്കും ഒക്കെ തുടക്കമിട്ട കേസാണ്. ഇനി ഇതിൽ വിശദമായ പരിശോധനകളാണ് നടക്കാൻ പോകുന്നതെന്ന് വേണമോ മനസ്സിലാക്കാൻ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലല്ല, പല മതങ്ങളിലെ പല വിശ്വാസക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ ചർച്ച നടക്കുമ്പോൾ അതിലൊരു തീരുമാനം അത് വളരെ വേഗത്തിലുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഏത് ഘട്ടത്തിലായിരിക്കും സർക്കാരിന്റെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരിക? സർക്കാരിന് നാണമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ എന്തെങ്കിലും സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ കോടതിയിൽ വ്യക്തമാക്കേണ്ടതാണ്. കോടതി പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളാം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡല്ല. നേരത്തെ ഇവിടെ സംസാരിച്ച എല്ലാവരും പറഞ്ഞൊരു കാര്യം ആചാര സംരക്ഷണം. എല്ലാവർക്കും ആചാരം ലംഘിച്ച ഒരാളുടെ പേര് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരുവാണ്. മഹാത്മാഗാന്ധി ചില ആചാരങ്ങൾ ലംഘിക്കാനായിട്ട് പദയാത്ര നടത്തിയിട്ടുണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 17 ഇപ്പോൾ ഒരു ഒഫൻസാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുകയാണ് പാർട്ട് 3. ഈ മതസ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോൾ ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യം സാധാരണ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 25 ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 25 മലയാളത്തിലും വായിക്കാം. ആർട്ടിക്കിൾ 25 ഞാനൊന്ന് വെറുതെ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കാം. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒന്നാമത്തെ സബ് ക്ലോസ്, സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, കൊടുങ്ങല്ലൂർ പാട്ട്, അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. അത് അശ്ലീലമാണെങ്കിൽ നിരോധിക്കാൻ പറ്റും. കാരണം ഇത് മതസ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 25 പറയുന്നത് പബ്ലിക് ഓർഡറും മൊറാലിറ്റിയൊക്കെ ഉണ്ട്. ഭരണഘടനാപരമായ ധാർമ്മികത അതില്ലെങ്കിൽ അത് നിഷേധിക്കാം. ഹെൽത്ത്,
എൻ്റെ കുട്ടിക്ക് വാക്സിൻ എടുക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നൊരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അത് സ്റ്റേറ്റിന് ഇടപെടാം. കാരണം ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് കുട്ടിക്ക് ഞാൻ വാക്സിൻ എടുക്കില്ല എന്ന് പറയുന്ന ഒരു അവകാശമില്ല. കാരണം ബാക്കി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനയിൽ. ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമായിട്ടൊരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം പാടില്ല. ആൻഡ് ടു അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട്, അതായത് ആർട്ടിക്കിൾ 25 പറയുവാണ് തുല്യത, ആർട്ടിക്കിൾ 14 തുല്യത, ആർട്ടിക്കിൾ 15 സ്ത്രീ വിരുദ്ധത പാടില്ല എന്ന് പറയുന്നു, ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി പാടില്ല എന്ന് പറയുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം വിധേയമായിട്ട് മാത്രമേ മതസ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയൂ. All persons are equally entitled to freedom of conscience and the right freely to profess, practice and propagate religion. All persons എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടും. സ്ത്രീകൾക്ക് വിശ്വാസം, അവരുടെ വിശ്വാസം അവിടെ പോകുക എന്നുള്ളതാണെങ്കിൽ വിശ്വസിക്കാനും ഹിന്ദു ആരാധനാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഫ്രീ ആയിട്ട് പോകാനുള്ള അവകാശമുണ്ട്. അടുത്ത സബ് ക്ലോസ് 2 പറയുന്നത് നത്തിങ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഷാൽ അഫക്ട് ദി ഓപ്പറേഷൻ ഓഫ് എനി എക്സിസ്റ്റിംഗ് ലോ ഓർ പ്രിവെൻറ്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി ലോ. സ്റ്റേറ്റിനൊരു നിയമം ഉണ്ടാക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? regulating or restricting any economic, financial, political or other secular activity which may be associated with religious practice. ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സെക്കുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ളതോ എക്കണോമിക്കലായിട്ടുള്ള, അതായത് ഞങ്ങളുടെ മഠം നിങ്ങൾക്ക് ടാക്സ് തരില്ല എന്ന് ഒരു മതസ്ഥാപനത്തിനൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല. അടുത്തത് ബിയിൽ പറയുന്നത് പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം ഓർ ത്രോയിങ് ഓപ്പൺ ഓഫ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ പബ്ലിക് ക്യാരക്ടർ. അത് ശബരിമല അങ്ങനെയാണെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതായത് ഇതൊരു ഹിന്ദു ആരാധനാലയമാണ്, പബ്ലിക് ക്യാരക്ടർ ഉണ്ട്. അതായത് ഒരു ഒരു കുടുംബ ക്ഷേത്രമല്ല. കുടുംബക്ഷേത്രമാണ് ഈ പറയുന്ന ന്യായം നിൽക്കുമായിരിക്കും. ഒരുപക്ഷെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളെ കുടുംബത്തിലുള്ളവർ മാത്രമേ കയറൂ എന്ന് പറയാം. ഇതങ്ങനെയല്ല. ശബരിമല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന് അധികാരമുള്ള ഒരു സ്ഥാപനമാണ്. അത് പബ്ലിക്കായിട്ട് ഉള്ള ഒരു സ്ഥാപനമാണ്. ഹിന്ദു ആരാധനാലയമാണ്. ടു ഓൾ ക്ലാസസ് ആൻഡ് സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്, എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഇപ്പോൾ ഇത്രയും വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല. അബ്സല്യൂട്ടായിട്ടൊരു റൈറ്റ് ഇല്ല. സ്റ്റേറ്റിന് അത് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും. അതിനകത്ത് റിഫർമേഷൻ പറ്റും. സെക്കുലർ, അത് ഈ പ്രൊവൈഡിങ് ഫോർ സോഷ്യൽ വെൽഫെയർ ആൻഡ് റിഫോം എന്നാണ് പറയുന്നത്. അത് വളരെ കൃത്യമാണ്. ആർട്ടിക്കിൾ 25(2)(b) പറയുവാണ് സോഷ്യൽ വെൽഫെയറോ റിഫർമേഷൻ, അതായത് പുതുതായിട്ടുള്ള പഴയകാല മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പുതിയ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവൊക്കെ സ്വപ്നം കണ്ട ആധുനിക മാനവിക മൂല്യങ്ങൾക്കനുസൃതമായിട്ടുള്ള നിയമം നിർമ്മിക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട് ഭരണഘടനാപരമായിട്ട്. അങ്ങനെയുള്ള ഒരു ഭരണഘടന ഉള്ളപ്പോഴാണ് ഇതിനകത്ത് വളരെ വിചിത്രമായിട്ട് ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം ഒന്നുമില്ല. സ്റ്റാൻഡ് എടുക്കാൻ കഴിയില്ല, കോടതി എടുക്കട്ടെ എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പമല്ല, തുല്യതയ്ക്കൊപ്പമല്ല. ഇവിടെ കുറച്ച് വോട്ട് ബാങ്ക് ഉണ്ടാകുന്നതിന് ഇതിനെ ഹെക്ലേഴ്സ് വീറ്റോ എന്ന് പറയും. അതായത് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നതിന് സാങ്കല്പികമാണ്. വോട്ട് പോകുമെന്നുള്ള ഒരു പേടിയാണ്, ഭീതിയാണ്. അത് ശരിയല്ല. ഒരു കറക്റ്റായിട്ടൊരു പ്രിൻസിപ്പിൾഡ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കുകയാണ്. ഞങ്ങൾ പൗരാവകാശത്തിനൊപ്പമാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കും. അതിന് പകരം ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഗവൺമെൻറ് പറയുകയാണ്, ഇത് കണ്ടില്ലേ ജനങ്ങൾ ഇളകുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്, പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല, കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തോളാം എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അങ്ങനെയല്ല ഭരണത്തിലിരിക്കുന്നവർ ചെയ്യേണ്ടത്. അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതി ഒരു വിധി തന്നിരിക്കുകയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ പെട്ട ആളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ അവർക്ക് ഈക്വലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം അത് മതത്തിലെ മെമ്പറായി പോയതുകൊണ്ട് ഇല്ലാതാകുന്നില്ല. അപ്പം ആ സ്വാതന്ത്ര്യം ഉറപ്പിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. കോടതി എന്തായാലും അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുള്ളൂ. മാറ്റം എന്ന് പറയുന്നത് പുറകോട്ട് മാറുക എന്നുള്ളതല്ല. മാറ്റം പുതുതായിട്ട് പുതിയ മൂല്യങ്ങൾ കണ്ടുപിടിച്ച് ഒരു പടി കൂടി മുന്നോട്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആധുനിക സയൻറ്റിഫിക് വാല്യൂസൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മാറ്റമാകണം. നേരത്തെ നേപ്പാളിലൊക്കെ ഇപ്പോഴും മെൻസ്ട്രൽ ഏജിലുള്ള ആളുകൾ, അതായത് ഈ ഒരു സ്ത്രീയുടെ പീരീഡ്സിൻ്റെ സമയത്ത് അവരെ വീട്ടിൽ നിന്ന് പോലും മാറ്റി താമസിപ്പിക്കുന്ന ഒരു അനാചാരമുണ്ട്. ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നമ്മൾ എന്നെ എടുത്തു കളയേണ്ടതാണ്. അപ്പോൾ അവിടെ പല സ്ത്രീകൾക്കും അതിൽ പെൺകുട്ടികൾക്കൊക്കെ അപകടം ഉണ്ടായ സ്ഥിതിയും നാച്ചുറൽ കലാമിറ്റി ഒക്കെ ഉണ്ടായതൊക്കെ വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ BBC-യിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അതില്ലാത്തതുകൊണ്ട്. പക്ഷേ ഒരു മതത്തിൻ്റെ ആചാരമാണെന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഇതൊക്കെ അനുവർത്തിക്കുകയാണെങ്കിൽ അതൊക്കെ എന്നെ കളയേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ ഈ മാറ്റം ഉണ്ടാകേണ്ടത് മുന്നോട്ടാണ്, പുറകോട്ടല്ല. തീർച്ചയായും. ഇവിടെ നോക്കൂ, ഇന്ന് നിയമമന്ത്രിയോട് ഇത് വിഷയത്തിൽ പ്രതികരണം തേടുമ്പോൾ
ഒരു നിമിഷം കൊണ്ടെടുക്കാൻ പറ്റുന്നതല്ല സർക്കാർ നിലപാട് എന്നതാണ് ഇന്ന് നിയമമന്ത്രി പി രാജീവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ശ്രീ രാജേഷ് ചിറപ്പാട്, ഈ കോടതി പറയുന്നത് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും 4 വോട്ടിന് വേണ്ടിയോ മുഖ്യമന്ത്രി എത്ര തവണ ആവർത്തിച്ച് ആ വാക്കുകൾ ഉപയോഗിക്കും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയോ എടുക്കേണ്ടതല്ല ഒരു നിലപാട് ഒരു വിഷയത്തിലെ. ആ രീതിയിലുള്ള നിലപാട് പറഞ്ഞുകൊണ്ടാണ് CPM ഈ വിഷയത്തെ ആദ്യം സമീപിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഇത് വീടുകൾ കയറി ഇറങ്ങി തിരുത്തി പറയുന്ന സാഹചര്യമുണ്ടായി. ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് അന്ന് പറഞ്ഞു, വിശ്വാസപരമായ കാര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് ആചാരപരമായ നിലപാട് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതൊരു സന്ദേശമായിരുന്നു. ഇന്നിപ്പോൾ ആ മാറ്റി പറഞ്ഞ കാര്യങ്ങളിലും പിന്നീട് ആ നിലപാടുകൾ അന്നെടുത്ത പോലത്തെ നിലപാടുകൾ സ്വീകരിക്കാത്തതിലും വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് തങ്ങളെന്നതാണ് NSS ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ നിലപാട് മാറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ NSS തുടരുന്നു. ആ ഒരു സന്ദേശം തന്നെ അദ്ദേഹം ഇന്നും വാക്കുകളിലൂടെ നൽകുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായി മാറുകയാണോ? അല്ല, അതിൻ്റെ അകത്ത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ അദ്ദേഹം നിയമപരമായ കാര്യങ്ങളാണ്, അതിൻ്റേതായ വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞതിനോടൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. അദ്ദേഹം നിയമത്തിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണവും ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും, അതിനോടൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുകയുടെ ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇപ്പം സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും ഈ പറഞ്ഞ ഭരണകൂടത്തിലെ മറ്റ് സംവിധാനങ്ങൾക്കും ഉണ്ട്. അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പോലീസ് സംവിധാനങ്ങൾ, പിന്നെ ജനാധിപത്യ ലെജിസ്ലേറ്റീവായിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്കെല്ലാം തന്നെ ഒരു കോടതി വിധിയെ നടപ്പിലാക്കേണ്ടതായ ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള സാമൂഹ്യ സംഘർഷത്തിൻ്റേതായ ഒരു പ്രശ്നം ഉരുത്തിരിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. അല്ലാതെ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനാധിപത്യ ഗവൺമെൻറ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടതി വിധി, ഒരു ലോ ആൻഡ് ഓർഡർ ഒരു വിഷയം വരുമ്പോൾ, ലോ ആൻഡ് ഓർഡർ വിഷയമില്ല എന്ന് വെറുതെ പറയുന്നതാണ്. അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിയല്ല. ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട്. നമ്മൾ ശബരിമലയിൽ വളരെ എന്തെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഒരു വർഗീയ കലാപത്തിലേക്കോ മറ്റോ പോകുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇതൊന്നും യാന്ത്രികമായി നടപ്പിലാക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ തുല്യതയെന്ന് പറയുന്നതും എല്ലാ അനാചാരങ്ങളും മാറ്റപ്പെടേണ്ടത് തന്നെയാണെന്നുള്ളതൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യം. അവിടെയൊന്നും ഒരു തർക്കത്തിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനും വരുന്നില്ല, പിന്നെ പാർട്ടികൾക്കോ, സെക്യുലർ പാർട്ടികൾക്കോ ഇടതുപക്ഷ പാർട്ടികൾക്കോ വരുന്നില്ല. അവിടെയൊക്കെ എന്താ തർക്കമുള്ളത്? ഒരു തർക്കവുമില്ല. തർക്കം വരുന്നത് ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം വരും. സാമൂഹ്യമായ സംഘർഷങ്ങളെ മുതലെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ചില വർഗീയ ചേരികളുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം എവിടെ വരാനാണ്? നോക്കൂ, ഈ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആരും ശബരിമലയിൽ വരുന്നില്ല. ഇപ്പോഴും ആ വിധി സ്റ്റേ ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ. ഇപ്പോൾ ആരും ശബരിമലയിൽ പ്രവേശനത്തിന് ചെല്ലുന്നില്ല. സർക്കാർ ഒരു നിലപാട് പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമെന്ന് ജനങ്ങളെയോ വിശ്വാസികളെയോ പോലും കുറച്ച് കാണേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോ വോട്ട് തന്നെയാണ് പ്രശ്നം എന്നത് നമുക്കറിയാമല്ലോ. സർക്കാർ അല്ലാതെ സർക്കാരിന് മുന്നിൽ നിലപാട് പറയുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഈ അയ്യപ്പ സംഗമം നടത്തിയത് തന്നെ സമുദായ നേതാക്കളെ ഒപ്പം നിർത്താനാണ്. അന്ന് അതിനനുകൂലമായുള്ള നിലപാടുകൾ പറഞ്ഞു. പക്ഷേ അത് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയാകുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പറയേണ്ടുന്ന സാഹചര്യം കൂടി വരുന്നത്. അവിടെ ഒരു നിലപാട് പറയാൻ സർക്കാരിന് തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയമല്ലാതെ മറ്റൊന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കുന്ന ഘടകമായി ഇവിടെ ഇല്ല. അങ്ങനെ അതിൽ ഭാഗികമായ അങ്ങനെയല്ല ആ വിഷയത്തെ അങ്ങനെയല്ല സമീപിക്കേണ്ടത്. കാരണം നമുക്കറിയാം ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി, യുവതീ പ്രവേശനം എന്ന് പറയുന്ന കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, വളരെ കൃത്യമായി അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ ഇവിടെ എന്തുമാത്രം ശബരിമലയ്ക്കകത്ത് തന്നെ എന്തുമാത്രം പ്രശ്നം, അകത്തും പുറത്തും എന്തുമാത്രം സംഘർഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ആ കേസുകൾ, അന്നെടുത്ത കേസുകൾ പോലും അതിൽ പോലും തീർപ്പാക്കാതെയാണല്ലോ മറ്റു രീതിയിലുള്ള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോയത്. ബഹുമാനപ്പെട്ട അവതാരിക MG രേണുക എൻ്റെ സമയമാണിത്. അപ്പം നിരന്തരം ഇടപെട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അപ്പം ഇതിനകത്ത് അങ്ങനെ ലോ ആൻഡ് ഓർഡറിൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ രീതിയിൽ നമ്മൾ ഒരു യാന്ത്രികമായിട്ട് ഏതൊരു സംവിധാനത്തെയും യാന്ത്രികമായിട്ടല്ല, അതിനകത്ത് വളരെ ഡയലക്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വളരെ നമ്മൾ യുക്തിപരമായി എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അങ്ങനെയുള്ള പല തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയം തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചൂട് പിടിക്കും. പക്ഷേ കോടതി എന്താണ് നാളെ പറയുന്നത്, നാളെ അതിൽ അത് നാളെ ഒരു വിധി ഉണ്ടാകും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അത് പരിഗണിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ അകത്ത് നിലപാടെടുക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഗവൺമെൻറ് ഒരു നിലപാടെടുത്തിരിക്കുന്നു, ഗവൺമെൻറ് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇനി എടുക്കേണ്ട നിലപാട് കോടതി വിധിയുടെ ഭാഗമായിട്ട് നമുക്ക് ഗവൺമെൻറ്റിന് നിലപാട്, അതാ നിയമമന്ത്രി പറഞ്ഞൊരു കാര്യം, അത് വരട്ടെ, അതൊരു വെയിറ്റ് ചെയ്യൂ. ഇപ്പം നിലവിലൊരു വിധിയുണ്ടല്ലോ, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ യാന്ത്രികമായി സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് സാമൂഹിക സംഘർഷത്തിൻ്റെ ഒരു വിഷയമുള്ളത് കൊണ്ട് തന്നെ ആ ഗവൺമെൻറ് അതിനകത്ത് വളരെ സമയത്തോട് ഒരു കാര്യം കൂടി പറയും. ഈ BJP പോലുള്ള ആളുകളെല്ലാം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചൊരു കാലഘട്ടമുണ്ട്. രാജഗോപാൽ അടക്കമുള്ള ആൾ മാതൃഭൂമി ആഴ്ചപ്പതിൽ എഴുതിയ ആർട്ടിക്കിളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്തു, RSS സ്വാഗതം ചെയ്തിട്ടുണ്ട്, സംഘപരിവാർ ശക്തികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്, സംഘടനകൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇപ്പോൾ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതിനെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് പിന്നെ ഇതൊരു ആചാര സംരക്ഷണത്തിന് BJPയുടെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിന് ഈ വിഷയത്തിലുള്ളത്. പക്ഷേ BJPയുടെ ഇരട്ടത്താപ്പിനായി ഇതിൻ്റെ അത് നമ്മളത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതെന്താ BJP അങ്ങനെ ഇത് കൃത്യമായ തെളിവുകളുണ്ടല്ലോ, കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. യുവതീ പ്രവേശനം എന്ന് പറഞ്ഞാൽ വലിയ സ്വാഗതം ചെയ്തിട്ടുണ്ട് അല്ലേ BJPയും സംഘപരിവാർ സംഘടനകളും എല്ലാം തന്നെ, RSS അടക്കമുള്ളത്. അപ്പോൾ BJPയുടെ നേതാക്കന്മാർ ലേഖനം എഴുതിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ഇതെല്ലാം വന്നിട്ടുള്ളതാണ്. എന്താണ് ഇപ്പം അവർ രാഷ്ട്രീയ മുതലെടുപ്പ് എന്ത് വില കൊടുത്തു? ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യം, എന്ത് വില കൊടുത്തു, എന്ത് വില കൊടുക്കാൻ? കേരളത്തിൽ ഒരു വർഗീയ സംഘർഷം നടക്കില്ല, ഒരു വർഗീയ സംഘർഷം നടക്കാത്ത 10 വർഷമാണ് കഴിഞ്ഞു പോയത്, മനസ്സിലായില്ലേ? ഇനിയും അത് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് എനിക്ക് വളരെ ഉത്തരവാദിത്തോടുകൂടി പറയാനുള്ളത്. ഇതും വിചാരിച്ച് ഏതെങ്കിലും തരത്തിൽ 4 വോട്ടിന് വേണ്ടി വലതുപക്ഷ ശക്തികൾ മുഴുവൻ, വർഗീയ ശക്തി മുഴുവൻ ഇതിനു വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ നേരിടാൻ പറ്റുന്ന ഒരു നിശ്ചയദാർഢ്യമുണ്ട്. വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരുന്ന് പറയുന്നത്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് വിശ്വാസ സംരക്ഷണം എന്ന നിലപാടിന് എതിരായി വന്നാൽ സമുദായ സംഘടനാ നേതാക്കളിൽ നിന്ന് വരെ എതിരഭിപ്രായം നേരിടേണ്ടി വരും. അത് ഇപ്പോൾ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പറയേണ്ടുന്ന സമയം ഞങ്ങൾ പറഞ്ഞോളാം കോടതിയിൽ എന്നതാണ് പറയുന്നത്. അവർ നേരത്തെ പറഞ്ഞതെല്ലാം മാറ്റി എന്ന് പറയുന്നില്ല. അപ്പോൾ VD സതീശൻ ഒരു ഭാഗത്ത് വെല്ലുവിളിക്കുകയും KC വേണുഗോപാൽ നോക്കൂ, നിങ്ങൾ വിശ്വാസ സംരക്ഷണത്തിനെതിരായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അങ്ങനെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഇതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം കൊണ്ടുപോയിക്കോളാം എന്ന ഒരു നിലപാടാണോ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? ഞങ്ങൾ സമരം ചെയ്ത് അതിൻ്റെയും നേട്ടം കോൺഗ്രസ് കൊണ്ടുപോയി എന്നതാണ് BJP ഈ വിഷയത്തിൽ കണ്ടിരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ ഞങ്ങൾ സമരം ചെയ്ത് നിങ്ങൾ നേട്ടം കൊണ്ടുപോകണ്ട എന്ന് വരെ BJP NDA നേതൃത്വം നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും മാറി നിൽക്കൂ, ഞങ്ങൾ എല്ലാ നേട്ടവും കൊണ്ടുപോകാം എന്നതാണോ VD സതീശനും കൂട്ടരും പറയുന്നത്? ഞങ്ങളല്ലല്ലോ രേണുക മറുപടി പറയേണ്ടത്. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്? ഒന്നുകിൽ മുഖ്യമന്ത്രി പറയണം, അല്ലെങ്കിൽ നിയമമന്ത്രി പറയണം, അതൊന്നും അല്ലെങ്കിൽ CPMന്റെ പാർട്ടി സെക്രട്ടറി പറയണം. അതും വേണ്ട, വൈകുന്നേരത്തെ ചർച്ചയ്ക്കകത്തേക്ക് ഒരു പ്രതിനിധി അയച്ച് ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയണ്ടേ? നിലപാടിൽ മാറ്റം വരുത്തിയത്, നിലപാടിൽ വെള്ളം ചേർത്തത്, നിലപാടില്ലായ്മ പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ ഭരണക്കാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, വളരെ കൊട്ടിഘോഷിച്ച് നടത്തിയ സെപ്റ്റംബർ മാസം 20 അയ്യപ്പ സംഗമത്തിനകത്ത് ഒരു സെഷൻ, നമ്മൾക്ക് ഈ ചർച്ച വളരെ വിവാദകരമായ ഒരു ചർച്ച, ഗവൺമെന്റിന്റെ അഭിപ്രായ രൂപീകരണം നടത്താൻ വേണ്ടി NSSും SNDPയും മറ്റു സംഘടനകളും ഒക്കെ പങ്കെടുത്ത, ലോകമാകെയുള്ള അയ്യപ്പ വിശ്വാസികൾ പങ്കെടുത്തു എന്ന് സർക്കാർ അവകാശപ്പെടുന്ന അയ്യപ്പ സംഗമത്തിലെ 3 വിഷയങ്ങൾക്ക് പ്ലസ് പിൽഗ്രിമേജ് ടൂറിസത്തിനും ശബരിമലയിലെ മാസ്റ്റർ പ്ലാനും തിരക്കിനുമൊപ്പം യുവതീ പ്രവേശം എന്നൊരു വിഷയം കൂടി ചർച്ച ചെയ്താൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ലായിരുന്നോ? നമ്മൾക്കവിടെ അങ്ങനെ ഒരു ചർച്ച ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സർക്കാരിന്റെ ഒരു മുന്നോട്ട് വെച്ചുള്ള ഒരു കാൽവെപ്പ്, നേരത്തെ ഇടതു സഹയാത്രികൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു നവോത്ഥാന കാൽവെപ്പാണ് സർക്കാർ നടത്തുന്നത്, നമുക്കത് അറിയാമായിരുന്നല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ സർക്കാർ ഇവിടെ ഉരുണ്ട് കളിക്കുകയാണ്. സർക്കാരിന് നിലപാടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ചോദിക്കട്ടെ, ആചാരങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കോടതിയാണോ മാറ്റം വരുത്തിയിട്ടുള്ളത്? അല്ല.
ഏതെങ്കിലും ആളുകൾ സമരം ചെയ്തിട്ടാണോ സമീപകാല മാറ്റങ്ങൾ ഉണ്ടായത്? നമ്മൾക്കൊക്കെ അറിയാവുന്ന പോലെ പല അമ്പലങ്ങളിലകത്തും വസ്ത്രത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്ന കാലഘട്ടമാണ്. നമ്മൾക്കൊക്കെ അറിയാം, ചെറുപ്പകാലത്തൊക്കെ അമ്പലത്തിനകത്ത് പോകുന്ന സമയത്ത് പാന്റ് ഇടരുത്, ബനിയൻ ഇടരുത് എന്നൊക്കെ. ഇപ്പം പല അമ്പലങ്ങൾക്കകത്തും ചുരിദാർ ഇടാൻ പാടില്ലായിരുന്നു. ഇപ്പൊ അതെന്ത് ചെയ്തു? ചുരിദാർ ഒരു സ്വാഭാവിക വേഷമായി കേരളത്തിൽ മാറിയപ്പോൾ അത് അംഗീകരിക്കാൻ അമ്പലങ്ങൾ തയ്യാറായി എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ തയ്യാറായത് അമ്പലത്തിന്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് എടുത്ത നിലപാടാണ്. അവിടെ ഒരു ഫോഴ്സിലൂടെയോ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചുകൊണ്ടോ നിലപാടെടുക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അവിടെ അവരുമായി ചർച്ച ചെയ്യട്ടെ. ഒരു സാമൂഹ്യ വിഷയം എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്ത്രി കുടുംബങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളുമായിട്ടോ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാവുന്നതിന് പകരം ഞങ്ങൾക്ക് കൊണ്ടുപോയേ മതിയാകൂ എന്നൊരു വാശി എടുത്തു. ഞാൻ രേണുകയോട് തന്നെ ചോദിക്കട്ടെ, കേരളത്തിൽ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട ആചാരക്രമങ്ങളിൽ വിശ്വസിക്കുന്ന, അവിടുത്തെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദൈവിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് നമ്മൾ വിശ്വാസി എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ആചാരങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ വിശ്വാസി എന്ന് വിളിക്കുന്നത്. വിശ്വാസിയല്ലാത്ത ഒരാൾക്ക് അതിനെ പറ്റി പോയിട്ട് അഭിപ്രായം പറയാൻ പരിമിതികളില്ലേ? ഞാൻ ചോദിക്കും, പരിമിതികളില്ലേ? അവിടെ ഇപ്പൊ രേണുകയുടെ അഭിപ്രായം, അവിടുത്തെ വിശ്വാസി എന്ന നിലയ്ക്ക് രേണു തന്നെ പറഞ്ഞ വാക്ക് കടമെടുത്താൽ ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്ക് അഭിപ്രായം പറയുന്നു എന്ന് പറയുന്നതും വിശ്വാസി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയുന്നത് പാടില്ലേ? ഒരു സ്ത്രീക്ക് ഒരേ സമയം വിശ്വാസിയുമാകാൻ പാടില്ലേ ശ്രീ നിജേഷ്? മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചേരാത്ത ഒരുപാട് വിശ്വാസങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. പണ്ട് സഭയൊക്കെ ഇവിടെ വലിയ ആചാരങ്ങളായിട്ട് കൊണ്ടുനടന്ന വിശ്വാസവുമായിട്ടൊക്കെ കൊണ്ടുനടന്നത്, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയാണല്ലോ നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ നിലപാട് പറഞ്ഞോളൂ, പക്ഷെ എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കണമെന്നും ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നും വാശി പിടിക്കാൻ പാടില്ല. ഇതാണ് വിശ്വാസം, വാശി പിടിക്കരുത്. രേണു, ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാൻ ഒരു വിശ്വാസിയല്ല. എന്റെ നിലപാട്, ഞാനൊരു വിശ്വാസിയേ അല്ല. ഞാൻ സാധാരണഗതിയിൽ ഒരു ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി പോകാറില്ല. അത് എന്റെ വിശ്വാസിയല്ല എന്നുള്ളത് എന്റെ വിശ്വാസമാണ്. രേണുകയ്ക്കും വിശ്വാസം ഉണ്ടാവും. പക്ഷെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയുക എന്നുള്ളത് എന്റെ കടമയാണ്. ഞാൻ അഭിപ്രായം പറയുന്നു. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ, രാഷ്ട്രീയം മാറ്റുക, വ്യക്തിപരമായ അഭിപ്രായം. ഒരു അമ്പലത്തിനകത്ത്, ഒരു പള്ളിക്കകത്ത്, ഒരു ചർച്ചിനകത്ത് ആ നിയമങ്ങളും കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിലെ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകൾ, നമ്മൾക്കറിയാം വളരെ നമ്മൾ സമൂഹത്തിനകത്തുള്ള വളരെ നമ്മൾ സ്ഥിരം കാണുന്ന വിശ്വാസങ്ങൾ. ഇപ്പൊ മുജാഹിദ് പള്ളിക്കകത്ത് സ്ത്രീകൾ കയറാനുള്ള അവകാശമുണ്ട്, അവർക്ക് റൈറ്റ് ഉണ്ട്. ജുമാ നമസ്കാരത്തിന് പോകുന്നു. സുന്നി പള്ളിയിൽ അവർ പോവാറില്ല. അത് അവരുടെ വിശ്വാസം. സുന്നി സ്ത്രീകളുടെ വിശ്വാസമാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നില്ല എന്നുള്ളത്. അത് അവർ തീരുമാനമല്ലേ? അത് അടിച്ചേൽപ്പിക്കാൻ എനിക്ക് അവകാശമുണ്ടോ? മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ? ഒരാൾ കേസിന് പോയി കഴിഞ്ഞാൽ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് സ്ത്രീകൾ കയറാൻ തീരുമാനിക്കുന്ന വിഷയമല്ലേ? അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി വന്ന സമയത്തുണ്ടായിട്ടുള്ള സാഹചര്യം അല്ലേ ശ്രീ നിജേഷന്റെ? രേണുക അല്ല, അവിടെ നമ്മളത് പറയാൻ പാടില്ല. അത് സർക്കാരിന്റെ വിശ്വാസിയായ ആളുകളാണ് അമ്പലത്തിനകത്തേക്ക് പോയത് എന്ന വിശ്വാസം എനിക്കില്ല. മറിച്ച് ഇതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു വാശിയായിരുന്നു അന്ന് ഗവൺമെന്റ് കാണിച്ചത്. ഗവൺമെന്റ് ആണ് ഇവരെ തള്ളി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഗവൺമെന്റ് നിലപാട് എന്താണ്? ഗവൺമെന്റ് പറഞ്ഞുകൂടെ കേരളത്തിലെ വിശ്വാസികളുടെ ബഹുഭൂരിപക്ഷ വിശ്വാസി സമുദായം പറയുന്നത് ഈ പ്രവേശനത്തിന് എതിരാണ് എന്നൊരു സത്യവാങ്മൂലം കൊടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസികളിൽപ്പെട്ട ആളുകളെ ഒരു മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തിക്കൊണ്ട് ഗവൺമെന്റിന് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ മുതലെടുപ്പും കാര്യങ്ങളൊക്കെ മാറ്റിവെക്ക്, ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാവുമായിരുന്നു. ഗവൺമെന്റിനാണ് ഈഗോ വന്നത്. ഗവൺമെന്റിന്റെ ഈഗോ ആണ് വനിതാ മതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചത്. യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ അല്ല അവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ആണ് ഇപ്പോഴും ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നത്. ഗവൺമെന്റ് സുവ്യക്തമായ നിലപാട് ഗവൺമെന്റ് പറയട്ടെ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറയട്ടെ. അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കേണ്ട ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഗവൺമെന്റിനാണ്. അത് ഗവൺമെന്റ് ചെയ്യുന്നില്ല. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന പഴയ സിദ്ധാന്തം പുറത്തേക്ക് പറഞ്ഞാലൊന്ന് രേണുക, ഇത് കേൾക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്നൊരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി പറയട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയട്ടെ. നമ്മൾക്കറിയില്ലേ, എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ വന്ന് കേരളത്തിലെ ജനങ്ങളോട് പക്ഷിക്ക് ഭക്ഷണം കൊടുക്കണം, ഉറുമ്പിന് ഭക്ഷണം കൊടുക്കണം, ചേരയ്ക്കും പാമ്പിനും ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞ പ്രവേശനത്തിന് ശേഷമാണ് തുടർഭരണം ഉൾപ്പെടെ ഉണ്ടാകുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. അത് വീടുകൾ കയറി
തിരുത്തി പറഞ്ഞതിൻ്റെതാണ് എന്ന് മാത്രം വിശ്വസിക്കുകയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ശ്രീ നിജേഷ് ശർവേദ്. എന്തായാലും നിലപാട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായ ആരും പറയുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ശരി ശരി ശ്രീ മനുപ്രസാദ്, നോക്കൂ, ഇവിടെ ഇപ്പോ BJP സംബന്ധിച്ച് തിരുവനന്തപുരം പിടിച്ചാൽ എന്തൊക്കെയോ വരുമെന്ന് പറഞ്ഞു, അത് വന്നില്ല. ബജറ്റ് പ്രഖ്യാപനം അതിലും ഒന്നുമില്ല. ഇനിയിപ്പോൾ നല്ലൊരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. നേരത്തെ സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു, ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ തീവ്രമായി ഇടപെടാൻ പറ്റുന്ന വിശ്വാസ സംരക്ഷണം എന്ന വികാരം ഉണർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നിലപാടെടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു വിഷയം എന്ന നിലയിലായിരിക്കുമോ ഈ വിഷയത്തെ ഇനി വരും ദിവസങ്ങളിലും സമീപിക്കുക BJP? കേരളത്തിന്റെ മണ്ണിൽ രാഷ്ട്രീയ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെയും കോൺഗ്രസിനോടൊപ്പം നിരന്തരമായി നിൽക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ജീവിക്കുന്നതും പ്രവർത്തനം നടത്തുന്നതും എല്ലാം വോട്ടിന് വേണ്ടി മാത്രമാണ് എന്ന രേണുകയുടെ വിലയിരുത്തലിനോട് യോജിക്കണമെന്ന നിർബന്ധം എന്നോട് പറയുന്നത് എനിക്കൊരു സാധ്യമല്ല. ഞാൻ വിശ്വസിക്കുന്നു. അസ്വസ്ഥമാകില്ല എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. രേണുക അസ്വസ്ഥമാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വോട്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ് എന്ന അജണ്ട വെച്ചിട്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഈ പ്രവർത്തനത്തെ വോട്ടിന്റെ പേരിൽ എടുത്തതല്ല. രേണുക, ഞാൻ ചോദിക്കട്ടെ, CPM എടുക്കുന്ന കപട മതേതരത്വം എന്നതും വിശ്വാസവഞ്ചന എന്നതും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും തുറന്നു കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കാൻ എല്ലാ അവസരങ്ങളെയും ഞങ്ങൾ ഉപയോഗിക്കും. അതിന്റെ പേരിൽ 1000 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടേണ്ടി വന്നാലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ കൺസെപ്റ്റുമായി മുദ്രാവാക്യമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വോട്ട് വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ നിലപാടിനെ അളക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എത്രയോ കാലം ഞങ്ങൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഉയർത്തി പറഞ്ഞു. 1000 തെരഞ്ഞെടുപ്പുകൾ തോക്കേണ്ടി വന്നാലും ഞങ്ങൾ മാറ്റില്ല. പിന്നെ രേണുക പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു വരുമെന്ന് പറഞ്ഞു വന്നില്ല. എല്ലാ രാഷ്ട്രീയത്തെയും മറ്റു ചർച്ചകളിലും ഇടിച്ചു കയറ്റണം എന്നുള്ള നിർബന്ധം അങ്ങ് കാണിക്കുന്നത് ശരിയല്ല. ഈ വിഷയത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ പറയാനാണ്, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ള മടിയൊന്നും ഞങ്ങൾക്കില്ല. എത്രയോ തവണ നിങ്ങൾ വിളിച്ചപ്പോഴൊക്കെ വന്നിരുന്നവരാണ് BJPയുടെ പ്രതിനിധികൾ. കേരളത്തിന്റെ മണ്ണിൽ കോൺഗ്രസിന് മന്ത്രിമാരുടെ എണ്ണം ഒട്ടനവധി ഉള്ളപ്പോഴും 20 MPമാരും ഒരേ സമയത്ത് കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് കിട്ടാത്തതിനേക്കാൾ കൂടുതൽ റെയിൽവേയിലായാലും റോഡ് വികസനത്തിലായാലും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലായാലും കേരളത്തിന്റെ മണ്ണിൽ കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് എന്ന് ചർച്ച വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, നരേന്ദ്രമോദിജി ഗവൺമെന്റ് ആണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. പക്ഷെ അത്തരം ചർച്ചകളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾക്ക് അതിൽ അഭിമാനകരമായി പറയാൻ പറ്റും. പിന്നെ 3 മാസം പോലും തികച്ചാവാത്ത കോർപ്പറേഷൻ ഭരണത്തിൽ ഒന്നും ആയില്ല എന്ന് പറയാനുള്ള അങ്ങയുടെ ആ ഒരു ത്വരയുണ്ടല്ലോ, അതിനെ ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നുണ്ട്. നിസ്വാർത്ഥമായ ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിസ്വാർത്ഥമായ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വെച്ചിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ള, അങ്ങ് പറഞ്ഞത് മറ്റൊരു കാര്യം, നിങ്ങൾ ഇപ്പോഴത്തെ സമരങ്ങളിൽ നിന്ന് BJP മാറി നിന്നു ശബരിമല പ്രക്ഷോഭത്തിൽ നിന്നാണ്. ആരാണ് പറഞ്ഞത് കോൺഗ്രസിന് ബലം കിട്ടും എന്നുള്ളത് കൊണ്ട് BJP സമരം ചെയ്യേണ്ട എന്ന് തീരുമാനമെടുത്ത ഏത് BJPയുടെ നേതാവിന്റെ പ്രസ്താവനയിൽ നിന്ന് ഏത് പാർട്ടി അധ്യക്ഷനാണ് അത്തരത്തിൽ സംസാരിച്ചത്? അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങയുടേതായ അഭിപ്രായമായി പറയേണ്ടതുണ്ട്. അത് BJPയുടെ അഭിപ്രായമായിട്ട് പറയുന്നത് ശരിയല്ല. ഈ കഴിഞ്ഞ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ സമരം നടത്തിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇതൊരു മാധ്യമ പ്രവർത്തക ഇല്ല എന്ന രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ അത് സമൂഹത്തിൽ തെറ്റിദ്ധാരണജനകമായ വാർത്തകൾക്ക് സൃഷ്ടിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് അതിൽ ഇടപെട്ടത്. 2, സുവർണാവസരമാണ് സുവർണാവസരമല്ല എന്നൊന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങൾ അതിൽ നിന്ന് മാറുന്നില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിലായാലും ഞങ്ങളുടെ നിലപാടുകളിലായാലും വരാനിരിക്കുന്നേ. അങ്ങ് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഒരു മാധ്യമപ്രവർത്തകർ അവരോട് പറഞ്ഞേ, നിങ്ങൾക്കുള്ളത് ഞാൻ വിട്ടിട്ടില്ല, എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ വരും, നിങ്ങൾ പേടിക്കാതെ. ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകരോട് പറയാനുള്ളത് പറയാം. കേരളത്തിന്റെ മണ്ണിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശബരിമലയെ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിച്ചതെന്ന് അറിയാമോ? കേരളത്തിന്റെ മണ്ണിൽ ഏതൊരു തരത്തിലുമുള്ള കേരളത്തിന്റെ മണ്ണിൽ തലശ്ശേരി കലാപത്തിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാറാടി കലാപത്തിലെല്ലാം ഉപയോഗിക്കാൻ ശ്രമിച്ചോ എന്നുള്ളത് ശബരിമലയിൽ അവിശ്വാസികളെ കൊണ്ടുപോയി ശബരിമലയിൽ ഏതൊരുവിധ ജാതീയ അസമത്വങ്ങളോ ജാതീയ വേർതിരിവോ ഇല്ലാതിരുന്നിട്ട് കേരളത്തിന്റെ ജാതീയ വേർതിരിവ് ഇവിടെ വനിതാ മതിൽ കെട്ടി
വനിതാ മതിൽ കെട്ടി മുസ്ലിം സഹോദരങ്ങളെയും ക്രിസ്ത്യൻ സഹോദരങ്ങളെയും ഹിന്ദു സഹോദരങ്ങളെയും ഈ ശബരിമലയ്ക്കെതിരാണ് എന്ന് വരുത്തി തീർത്ത ഒരു സമൂഹത്തിൽ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയ പാർട്ടിയുടെ വരെ ഇടതുപക്ഷമെന്നാണ്. ഈ നാട്ടിൽ എത്ര വലിയ അപകടമാണ് നിങ്ങൾ അതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്? എത്രമാത്രം കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ നേതൃത്വം നൽകുന്നത്? ഏത് ദളിതനാണെന്നോ പിന്നോക്കക്കാരനെന്നോ ഏത് മതവ്യത്യാസമാണെന്നോ പറഞ്ഞിട്ട് ശബരിമലയിലെ ദർശനങ്ങളിൽ നിന്നോ പൂജയിൽ നിന്നോ മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടോ? ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ ഇന്ന് ഇടതുപക്ഷമാണോ നാളെ എന്താകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങ് ഉന്നയിച്ച വാദങ്ങൾ ആരുടെ നേർക്കാണ് വിരലിച്ചുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നിലപാടെടുക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്ന ആളുകൾ അങ്ങനെ പോകുന്നവരൊക്കെ കാണും. അങ്ങനെയുള്ള കുറെ വേസ്റ്റുകളെ ചുമക്കുന്ന ഒരു വേസ്റ്റ് മാത്രമായി ആശങ്കപ്പെടുന്നത് വേസ്റ്റുകളെ മാത്രം എന്താണോ ഈ വിഷയത്തിൽ പുറമേക്ക് നിലപാട് പറയുമ്പോൾ പ്രതികരിക്കുമ്പോൾ ശരി എന്തായാലും പ്രതികരിക്കുമ്പോൾ എന്താണ് എന്ന് വ്യക്തതയില്ലാത്ത നിലപാടുകളാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നത്. ആ നിലപാടില്ലായ്മ കൊണ്ട് തന്നെയാണ് ഒരു പ്രതിനിധിയെ ഈ ചർച്ചയിലേക്ക് അയക്കാൻ CPM തയ്യാറാകാതിരുന്നതും. ആ വ്യക്തത എന്തായാലും വരും ദിവസങ്ങളിൽ നൽകേണ്ടി വരും എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിക്കുന്നത്. ആ നിലയിലുള്ള വെല്ലുവിളികൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളെ കോടതി എന്ത് സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നത്. നവോത്ഥാനത്തിൽ സർക്കാർ മലക്കം മറിഞ്ഞോ എന്നതാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. 90% പേരും അതേ എന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നത് 7% പേർ മാത്രം. 3% പേർ നിഷ്പക്ഷ അഭിപ്രായവും രേഖപ്പെടുത്തി. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും. നമസ്കാരം.